അപ്പം എറണാകുളത്ത് നിന്ന് 1 hour ഡ്രൈവ് കൊണ്ടും ആലുവയിൽ നിന്ന് 10-20 മിനിറ്റ് കൊണ്ടും എത്താൻ പറ്റിയ ഒരു സ്ഥലത്തിനെ കുറിച്ചാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഞാനിപ്പോൾ ഉള്ളത് അയൽബൈ ഏരിയ 707 എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി കേട്ടോ. ഇത് ആലുവ ദേശത്തിൻ്റെ അടുത്താണ്. നിയർ ടു ആലുവയാണ്, പ്രോപ്പർട്ടി നിയർ ടു ആലുവയാണ്. ഇത് നിങ്ങൾക്ക് ഒരു ദിവസം നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് ചില്ല് ഔട്ട് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ട് തന്നെയായിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഈ പ്രോപ്പർട്ടി പരന്ന് കിടക്കുന്നത് 2.5 ഏക്കറിലാണ് ഉള്ളത്. ഈ പ്രോപ്പർട്ടീൻ്റെ മെയിൻ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ കയറി ചെന്ന് കഴിഞ്ഞാൽ തന്നെ കാണുന്ന വ്യൂ എന്ന് പറയുന്നത് ഒരു പഴയ തറവാട് വീടൊക്കെ എന്താ പറയുന്നത് ഓർമ്മിക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഓണക്കാലം ആയതുകൊണ്ട് ഫ്ലോറലുകളിലെ പൂക്കൾ ഇട്ടിരുന്നു. പിന്നെ പ്രോപ്പർട്ടി കംപ്ലീറ്റ് ആയിട്ട് പൂക്കളായിട്ട് അലങ്കരിക്കപ്പെട്ടിട്ടുണ്ട്. ഊഞ്ഞാലെല്ലാം പൂ കൊണ്ട് ചെയ്തത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ കേട്ടോ. അപ്പോൾ പ്രോപ്പർട്ടി കുറച്ചു നേരം നടന്ന് കാണണം എന്നൊരു ഒരു നല്ല രസമുള്ള ഒരു പ്ലസന്റ് വൈബാണ് തന്നിരുന്നത്. പിന്നെ എനിക്ക് ഇവിടെ ഭയങ്കര ഒരു അട്രാക്ഷനായി തോന്നിയത് ഇവരെ ഡൈനിങ് സ്പേസ് ആണ്. ഡൈനിങ് സ്പേസ് എന്ന് പറയുന്ന ആറന്മുള വള്ളം കളിയെ അനുസ്മൃതമാക്കി അല്ലെങ്കിൽ ആ വള്ളത്തിന്റെ രീതിയിൽ ആണ് അത് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ടേബിള് വന്നിരുന്ന് കഴിക്കാൻ പറ്റും. പക്ഷേ അത് പ്രാക്ടിക്കൽ എന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നി. കാരണം കാലവിടെ വെച്ചിരുന്ന് കഴിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ് ആ സ്പേസിൽ. ഇതെന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ മുകളിൽ സ്റ്റേ ചെയ്യുന്ന താഴേക്ക് നോക്കുന്ന വ്യൂ ആട്ടോ. പഴയ സിനിമകളിലൊക്കെ കാണുന്ന പോലെ തറവാടിൻ്റെ അതേ ഫീലിങ്ങും വൈബും ഒരു പ്ലസൻറ്റ് ഒരു പോസിറ്റീവ് വൈബാണ് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി. ഞാൻ കിട്ടിയ സ്റ്റേൻ്റെ മുകളിലത്തെ ഭാഗമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇവർക്ക് സെപ്പറേറ്റ് ആയിട്ട് അവിടെ ഇരുത്തി കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഇരിക്കാനും ചില്ല് ഔട്ട് ചെയ്യാനും പറ്റിയ സ്പോട്ട് പോലെ തന്നെ ഇവിടെ ഇരിക്കാനുള്ള സ്പോട്ടും കൂടി തന്നിട്ടുണ്ട് കേട്ടോ. ഗ്രൗണ്ട് ഫ്ലോർ കംപ്ലീറ്റ് മൊറാക്കോൺ ടൈൽസ് ആണ് ചെയ്തിരിക്കുന്നത്. അതിനെ കൂടെ ഒരു ആൻറ്റീക് ഫീലും ഉണ്ട് അവിടെ ഇരിക്കുമ്പം തന്നെ. സോ നമ്മൾ ബുക്ക് ചെയ്ത 2 റൂമിൽ ഒന്നിതാണ് ഡീലക്സ് റൂം. ഡീലക്സ് റൂം അത്യാവശ്യം സ്പേഷ്യസ് ആയിരുന്നു. 2 പേർക്ക് സുഖമായിട്ട് വന്നിരിക്കാൻ പറ്റുന്ന റൂമാണ് കേട്ടോ. ഒരു സൈഡിൽ ഇത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വ്യൂ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് ഒരു ട്രാൻസ്പെറൻറ്റ് വിൻഡോ ആണ്, ഒരു പ്രീമിയം ഫീല് കിട്ടാൻ വേണ്ടിയിട്ട്. അതൊരു മുറിക്ക് നല്ല രീതിയിലുള്ള വെളിച്ചം അകത്തേക്ക് തരുന്നുണ്ട് കേട്ടോ. അതാണ് ഒരു മെയിൻ ഹൈലൈറ്റ്. ഇതേപോലെ തന്നെ വാഷ്റൂമിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ വാഷ്റൂമിലും ഒരു ട്രാൻസ്പെറൻറ്റ് വിൻഡോ പോലെയാണ് കൊടുത്തിരിക്കുന്നത്. പുറത്തുനിന്ന് നമുക്ക് നല്ല രസമായിട്ട് വ്യൂ ഉണ്ട്. ഇതാണ് നോർമൽ ഡീലക്സ് റൂം. ഈ റൂം എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡബിൾ റൂമാണ്. ഇത് ഇത്തിരി കൺജസ്റ്റഡ് ആട്ടോ. 2 പേർക്കും ഇത്തിരി കൺജസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും. ബട്ട് വ്യൂവും കാര്യങ്ങളൊന്നുമില്ല, നോർമൽ റൂം തന്നെയാണ് വിത്ത് വാഷ്റൂം അറ്റാച്ച്ഡ്. ബാക്കി ഒരു കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ. പിന്നെ നമ്മൾ നേരെ പോയത് സ്വിമ്മിംഗ് പൂൾ ഏരിയയിലേക്കാണ്. ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയാണ് പൂൾ വില്ലയും കൊടുത്തിരിക്കുന്നത് കേട്ടോ. അത് നമുക്ക് കയറി കാണാൻ പറ്റിയിട്ടില്ല, കാരണം അവിടെ ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങോട്ട് കയറാൻ പറ്റിയിട്ടില്ല. സോ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളെ ഗ്രൂപ്പ് സ്റ്റേക്ക് പറ്റിയ ഒരു കോട്ടേജാണ് ഇത് കാണുന്നത്. അറൗണ്ട് ഗ്രൂപ്പ്സിന് വന്ന് നല്ല വിശാലമായിട്ട് കയറി താമസിക്കാൻ പറ്റിയ ഒരു സിംഗിൾ സ്റ്റേ. പ്രോപ്പർട്ടിയിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണെങ്കിലും സിംഗിൾ സ്റ്റേ തന്നെയാണ് കേട്ടോ. പിന്നെ ഇവിടെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഡിന്നറെല്ലാം സ്പെസിഫിക് ആയിട്ട് പറയണം, എന്നാലേ അവർ ഡിന്നർ കുക്ക് ചെയ്യൂ. അല്ലാണ്ട് സ്വിഗ്ഗി ആയാലും സൊമാറ്റോ ആയാലോ ഡെലിവറി ഉണ്ട്. ഫുഡിൻ്റെ കാര്യത്തിൽ അതായിരിക്കും കുറച്ചും കൂടി നന്നായിട്ട് എനിക്ക് തോന്നിയത്. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയിരുന്നു കേട്ടോ. Breakfast was okay and fine. Regarding food, we were not much satisfied with the thing. ആൻഡ് പിന്നെ ഇവിടെ ഒരു ലൈവ് ഫിഷ് പോണ്ട് കൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഫിഷ് ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരപ്പം തന്നെ പിടിച്ച് കറി വെച്ച് തരും. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് നിയർ ടു ആലുവ സം പ്ലേസ് അല്ലെങ്കിൽ നിയർ ടു കൊച്ചിൻ സം പ്ലേസ് ചിൽ ഔട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഡോണ്ട് മിസ് ഔട്ട് ദ സ്പോട്ട്. ദറ്റ്സ് അയൽബൈ ഏരിയ 707. താങ്ക്സ് ഫോർ വാച്ചിങ് ഡോംബോ എക്സ്പ്ലോറർ. ടേക്ക് കെയർ. ബൈ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.